ഹായ് ഗൈസ്. സോ നമ്മൾ കോഡ് എഴുതുമ്പോൾ പലപ്പോഴും സർട്ടൻ പ്രോപ്പർട്ടീസ് ഒബ്ജക്റ്റിൽ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിരിക്കും അല്ലേ. സോ നമ്മുടെ എക്സാമ്പിൾ എടുക്കണമെങ്കിൽ ഇവിടെ നമ്മൾ എഴുതിയിരുന്ന മൂവി ഒബ്ജക്റ്റിൽ ബേസിക്കലി നമുക്ക് എന്താ പറയുക, ഇൻഫോ പ്രോപ്പർട്ടി അവിടെ എന്തായാലും ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം അത് നമ്മൾ തന്നെ കൊടുക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന കോഡിൽ നമ്മൾ തന്നെ ആഡ് ചെയ്താണ്. പക്ഷേ എല്ലാ പ്രോഗ്രാംസും ഇങ്ങനെ പ്രെഡിക്റ്റബിൾ ആയിരിക്കും എന്ന് വെച്ചാൽ ആയിരിക്കില്ല. കുറേ ആപ്ലിക്കേഷനിൽ ഡാറ്റ എൻഡ് യൂസർ എൻ്റർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാം വളരെ ഡൈനാമിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതുന്ന കോഡിൽ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങളുടെ കോഡിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇൻഫോ എന്നുള്ള പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്യപ്പെടാം. അത് ഓൾറെഡി റൺ ആയോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഒബ്ജക്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കീവേഡ് ഉണ്ട്, അതാണ് ഇൻ കീവേഡ്. അതാണ് നമുക്ക് ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ എഴുതിയിട്ട് ഇഫ് കണ്ടീഷനിൽ ഈ പ്രോപ്പർട്ടി ഉണ്ടോ പിന്നെ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് കാണിക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. സോ നമുക്ക് ഇവിടെ കിട്ടിയ ശേഷം ഇഫ് എഴുതിയിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേരിൽ കീയുടെ പേരാണ് ഫസ്റ്റ് കൊടുക്കുക. അപ്പം ഞാൻ സ്ട്രിങ്ങിൽ കൊടുക്കണം, ഇൻഫോ എന്ന് കൊടുക്കണം, എന്നിട്ട് ഇൻ കീവേഡ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏത് ഒബ്ജക്റ്റ് ആണോ നിങ്ങൾ റെഫർ ചെയ്യുന്ന ഒബ്ജക്റ്റ് കൊടുക്കുക. മൂവി ബേസിക്കലി നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പേര് മൂവിയാണ്. സോ ഇങ്ങനെ കൊടുക്കാം. സോ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻഫോ എന്നുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ കീ മൂവിയിൽ ഉണ്ടെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും. ഓക്കെ, സോ ട്രൂ ആയിക്കഴിഞ്ഞാൽ മൂവി ഒബ്ജക്റ്റിൽ ഇൻഫോ പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ ഇൻഫോയിലുണ്ടെങ്കിൽ മാത്രം റൺ ചെയ്യേണ്ട കോഡൊക്കെ നമുക്ക് ഈ കോഡ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ എഴുതാൻ പറ്റുന്നതാണ്. അതല്ല നമുക്ക് ഒരു ഓപ്പോസിറ്റ് ചെക്ക് ചെയ്യണം, ഇൻഫോന്ന് ഇല്ലെങ്കിൽ മാത്രം റൺ ചെയ്യേണ്ട കോഡാണെങ്കിൽ നമ്മൾ ഇത് മൊത്തത്തിലൊരു ബ്രാക്കറ്റ് ഇടുക ഇവിടെ, എന്നിട്ട് നമ്മൾ പുറത്ത് ഒരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ട്രൂ എന്നുള്ളത് നോട്ട് ട്രൂ, അത് ഫോൾസായി മാറും. അങ്ങനെ നെഗേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രൂവിനെ ഫോൾസ് ആക്കാം, ഫോൾസിനെ ട്രൂ ആക്കി നമുക്ക് തിരിക്കാനും പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ഡീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക നമ്മുടെ കയ്യിൽ. സോ ഇൻഫോ വേരിയബിൾ നമ്മൾ ഓൾറെഡി കയ്യിലുണ്ട്. സോ ഇൻഫോ ഇല്ലെങ്കിൽ ബേസിക്കലി എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ ഇൻഫോ അൺഡിഫൈൻഡ് ആയിരിക്കും നമ്മുടെ കേസിൽ. ഓക്കെ, സോ അതുകൊണ്ട് സിമ്പിളായി തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഇഫ് ഇൻഫോ നമുക്ക് കൊടുക്കാൻ പറ്റും ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രൂത്തി വാല്യൂ ആയി മാറി. സോ ഇവിടെ ബേസിക്കലി ഇൻഫോ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇൻഫോ ട്രൂത്തിയാണ്. സോ ട്രൂ ആയിരിക്കും വാല്യൂ ഉണ്ടെങ്കിൽ. സോ ഇതും വാലിഡ് ആണ്. ചില സിറ്റുവേഷൻ നിങ്ങൾ ഡീസ്ട്രക്ചറിങ് യൂസ് ചെയ്യാതെ ഡയറക്റ്റ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ ഓപ്പറേറ്റർ, നമ്മൾ എഴുതിയ ഇൻ ഓപ്പറേറ്റർ വളരെ ഹെൽപ്ഫുള്ളാണ്. പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ വാല്യൂ സാധാരണയായിട്ട് അൺഡിഫൈൻഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇൻഫോ എടുത്തിട്ട് വേണമെങ്കിൽ മൂവി ഡോട്ട് ഇൻഫോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഇങ്ങനെ കൂടി ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇൻഫോ മൂവി ഡോട്ട് ഇൻഫോ ഈക്വൽ ടു അൺഡിഫൈൻഡ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. കാരണം വാല്യൂ ഇല്ലെങ്കിൽ ഇത് അൺഡിഫൈൻഡ് ആയിരിക്കും. സോ അൺഡിഫൈൻഡ് ആയിക്കഴിഞ്ഞാൽ ഇല്ലാത്ത കോഡ് എന്ന് വെച്ചാൽ ഇൻഫോ ഇവിടെ എക്സിസ്റ്റ് അല്ല. സോ എക്സിസ്റ്റ് അല്ലാത്ത കോഡൊക്കെ വേണമെങ്കിൽ എഴുതണമെങ്കിൽ ഇവിടെ എഴുതി വയ്ക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട, അൺഡിഫൈൻഡ് വരാനുള്ള കാരണങ്ങൾ പലതുണ്ട്. പ്രോപ്പർട്ടി ഇല്ല, അല്ലെങ്കിൽ നെവർ ഡിഫൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം, മാനുവലി അൺഡിഫൈൻഡ് സെറ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് ട്രിപ്പിൾ ഈക്വൽ ടു അൺഡിഫൈൻഡ് ചെക്ക് ചെയ്ത് ഇൻഫോ പ്രോപ്പർട്ടി യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കും നമുക്ക് പറ്റും. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഫ് ഇങ്ങനെ കൊടുത്താലും മതി, വേണമെങ്കിൽ ട്രൂത്തി ആയിട്ട് ചെക്ക് ചെയ്യാം. മൂവി ഡോട്ട് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഇതിൽ നള്ളു കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചെക്ക് ചെയ്യപ്പെടുന്നതാണ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, മൂവി ഡോട്ട് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, സോ സമ്മറി ബേസിക്കലി നമുക്ക് പറയുന്നത് പ്രോപ്പർട്ടി ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് ഇൻ കീവേഡാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇൻ വെച്ചിട്ട് കീയുടെ പേര് ഇൻ എന്താ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അത്. സോ അവിടെ പ്രോപ്പർട്ടി എക്സിസ്റ്റ് എന്ന് കൺഫേം ചെയ്യാൻ ബെസ്റ്റാണ്. പിന്നെ നമുക്ക് മൂവി ഡോട്ട് ഇൻഫോ ഈക്വൽ ടു അൺഡിഫൈൻഡ് എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പ്രോപ്പർട്ടി ഉണ്ടോ ഇല്ലയോ എന്ന്. പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിട്ട് വരും. അല്ലെങ്കിൽ മൂവി ഡോട്ട് ഇൻഫോ, ഇഫിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് മൂവി ഡോട്ട് ഇൻഫോ കൊടുക്കുക. ഇൻഫോയിൽ വാല്യൂ ഉണ്ടെങ്കിൽ അത് ട്രൂത്തി ആയിരിക്കും. സോ വാല്യൂ ട്രൂത്തി ആണെങ്കിൽ അവിടെ ഉണ്ട്, ഇൻഫോയിൽ വാല്യൂസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ആപ്പിൽ അത്ര ആവശ്യമില്ല, പക്ഷേ റിയൽ പ്രൊജക്ട്സിലൊക്കെ ബേസിക്കലി നിങ്ങൾക്കിത് യൂസ് ചെയ്യുന്നുണ്ട്. എറേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യാൻ, പിന്നെ മിസ്സിംഗ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാൻ, പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ സേഫായി തന്നെ സ്കിപ്പ് ചെയ്യാൻ. അതുകൊണ്ട് പ്രോപ്പർട്ടി എക്സിസ്റ്റൻസ് ചെക്ക് എന്നത് ജാവാസ്ക്രിപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കൺസെപ്റ്റാണ്. സോ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.